ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിനായി കെയ്റോയിൽ നടന്ന ചർച്ച പൊളിഞ്ഞു. തൊട്ടു പിന്നാലെ ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണവുമായി ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നു. പുതിയ ഉപാധികളാണ് ഈ ചർച്ച പൊളിയാനുള്ള കാരണമായിട്ട് ഇരുകൂട്ടരും പറയുന്നത്. ഹമാസ് ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ സേന ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിൻവലിക്കണം സേനയെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ പിൻവലിഞ്ഞാലും അവിടെ ഹമാസിനെതിരെയുള്ള ആക്രമണം തുടരുക തന്നെ ചെയ്യും. ഇതോടുകൂടിയാണ് ചർച്ച പൊളിഞ്ഞത്. ഏതായാലും ഹമാസിൻ്റെ അൽ ഖസാം ബ്രിഗേഡ് ഇപ്പോൾ ടെൽ അവീവിന് നേർക്കും ഇസ്രായേലിലെ പല ഇടങ്ങളിലേക്കും മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. M90 മുക്തമ മിസൈലാണ് തൊടുത്തുവിട്ടിരിക്കുന്നത്. റിഷോൺ സെലിയോൺ ഏരിയയിലാണ് ഈ മിസൈൽ പതിച്ചിരിക്കുന്ന. ആളപായം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളില്ല, നാശനഷ്ടത്തിൻ്റെ വിവരങ്ങളില്ല. ഏതായാലും അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ ജോർദാൻ അതിർത്തി പ്രദേശമായ ഹമദ് ഗാഡറിലും സൈറനുകൾ മുഴങ്ങുന്നു. അങ്ങനെ വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ ഗലീലി കുന്നിന് സമീപം, ഗലീലി കടലിൻ്റെ സമീപമൊക്കെ സൈറനുകൾ മുഴങ്ങുന്നതായിട്ടാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് മിസൈലാക്രമണം, ഒപ്പം തന്നെ ഇസ്രായേൽ ജോർദാൻ അതിർത്തിയിൽ നിന്നുള്ള മിസൈലാക്രമണം, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആക്രമണം ആ ചർച്ച പൊളിഞ്ഞതിന് തൊട്ടു പിന്നാലെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ പശ്ചിമേഷ്യയിൽ നിന്നും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.